ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് അപ്രോക്സിമേഷൻ അൽഗോരിതം, അതുപോലെ രണ്ട് മെയിൻ അപ്രോക്സിമേഷൻ അൽഗോരിതംസ് ആണ് ബിൻ പാക്കിംഗ് അപ്രോക്സിമേഷൻ അൽഗോരിതവും ഗ്രാഫ് കളറിംഗ് അൽഗോരിതവും. ഈ രണ്ട് അൽഗോരിതവും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ? ഒപ്റ്റിമൽ സൊല്യൂഷനോട് നിയർ ആയിട്ടുള്ള ഫീസിബിൾ സൊല്യൂഷനാണ് അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ. ഇങ്ങനെയുള്ള ഒരു അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് അപ്രോക്സിമേറ്റ് അൽഗോരിതം. അപ്രോക്സിമേറ്റ് അൽഗോരിതം ഓൾവേസ് റൺ ഇൻ പോളിനോമിയൽ ടൈം. ദേ പ്രൊഡ്യൂസ് സൊല്യൂഷൻസ് ക്ലോസ് ടു ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ. നോർമലി ഇത് യൂസ് ചെയ്യുന്നത് NP കംപ്ലീറ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ്. ഒപ്റ്റിമൽ സൊല്യൂഷൻ ആവശ്യമില്ലാത്ത സിറ്റുവേഷനിൽ അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ പോളിനോമിയൽ ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അപ്രോക്സിമേറ്റ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് അപ്രോക്സിമേഷൻ റേഷ്യോ ഓർ അപ്രോക്സിമേഷൻ ഫാക്ടർ. ഗിവൻ പ്രോബ്ലത്തിൻ്റെ അപ്രോക്സിമേറ്റ് സൊല്യൂഷനാണ് C എന്ന് അസ്യൂം ചെയ്യുക. ആ സെയിം പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷനാണ് C* എന്ന് അസ്യൂം ചെയ്യുക. Cയും C*ഉം തമ്മിലുള്ള റേഷ്യോയാണ് അപ്രോക്സിമേഷൻ റേഷ്യോ. ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ C ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു C*. ഈ കേസിൽ അപ്രോക്സിമേഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു C* ഡിവൈഡഡ് ബൈ C. ഫോർ മിനിമൈസേഷൻ പ്രോബ്ലം C* ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു C. In this case, approximation ratio equal to C divided by C*. Approximation ratio always greater than or equal to 1 ആയിരിക്കും. അപ്രോക്സിമേഷൻ റേഷ്യോയും കമ്പ്യൂട്ടേഷണൽ ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതുപോലെ അപ്രോക്സിമേഷൻ റേഷ്യോയും ക്വാളിറ്റി ഓഫ് ദ റിസൾട്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. K അപ്രോക്സിമേഷൻ അൽഗോരിതം. ഒരു അപ്രോക്സിമേഷൻ അൽഗോരിതത്തിൻ്റെ അപ്രോക്സിമേഷൻ റേഷ്യോ K ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് K അപ്രോക്സിമേഷൻ അൽഗോരിതം. വൺ അപ്രോക്സിമേഷൻ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിമൽ സൊല്യൂഷനും അപ്രോക്സിമേറ്റ് സൊല്യൂഷനും സെയിം തന്നെയായിരിക്കും. അപ്രോക്സിമേഷൻ റേഷ്യോ കൂടുന്നതിനനുസരിച്ച് കിട്ടുന്ന സൊല്യൂഷൻ ഒപ്റ്റിമൽ സൊല്യൂഷനേക്കാളും കൂടുതൽ വേഴ്സ് ആയിരിക്കും. ഇൻ ദിസ് വീഡിയോ ഐ ആം ഗോയിങ് ടു ഡിസ്കസ് ദ ഫോളോയിങ് ടു അപ്രോക്സിമേഷൻ അൽഗോരിതംസ്. ഫസ്റ്റ് വൺ ഈസ് ബിൻ പാക്കിംഗ് അൽഗോരിതം ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഗ്രാഫ് കളറിംഗ് അൽഗോരിതം. ബിൻ പാക്കിംഗ് അപ്രോക്സിമേഷൻ അൽഗോരിതം. ഇവിടെ n ഐറ്റംസ് തന്നിട്ടുണ്ടാവും, ഡിഫറെൻറ്റ് വെയിറ്റ് ഉള്ള n ഐറ്റംസ്. അതുപോലെ കുറേ ബിൻസും ഉണ്ടാവും. ഓരോ ബിന്നിൻ്റെയും കപ്പാസിറ്റി C ആയിരിക്കും. അസൈൻ ഈച്ച് ഐറ്റം ടു എ ബിൻ സച്ച് ദാറ്റ് നമ്പർ ഓഫ് ടോട്ടൽ യൂസ്ഡ് ബിൻ ഈസ് മിനിമൈസ്ഡ്. അതായത് മിനിമം നമ്പർ ഓഫ് ബിൻസിൽ ഈ തന്നിരിക്കുന്ന n ഐറ്റം അക്കോമഡേറ്റ് ചെയ്യണം. ഇറ്റ് മേ ബി അസ്യൂം ദാറ്റ് ഓൾ ഐറ്റം ഹാവ് വെയ്റ്റ് സ്മോളർ ദാൻ ബിൻ കപ്പാസിറ്റി. ഇതിലൊരു ലോവർ ബൗണ്ട് ഉണ്ട്. മിനിമം നമ്പർ ഓഫ് ബിൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടോട്ടൽ വെയ്റ്റ് ഡിവൈഡഡ് ബൈ ബിൻ കപ്പാസിറ്റി. ഇതിൻ്റെ സീൽ വാല്യൂവിനേക്കാളും ഗ്രേറ്ററോ ഈക്വലോ ആയിരിക്കും മിനിമം നമ്പർ ഓഫ് ബിൻസ്. ഈ അൽഗോരിതത്തിൻ്റെ ആപ്ലിക്കേഷൻ ഏരിയാസ് ലോഡിംഗ് ഓഫ് കണ്ടെയ്നേഴ്സ് ലൈക്ക് ട്രക്സ്, പ്ലേസിംഗ് ഡേറ്റ ഓൺ മൾട്ടിപ്പിൾ ഡിസ്ക്, ജോബ് ഷെഡ്യൂളിംഗ്, packing advertisements in fixed length radio or TV station breaks, storing a large collection of music onto tapes or CDs, etc. Bin packing approximation algorithms are classified into two: online algorithms and offline algorithms. n ഐറ്റംസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റും ഇനിഷ്യലി അവൈലബിൾ അല്ല. അത് റിയൽ ടൈമിൽ അവൈലബിൾ ആകുന്ന ടൈപ്പ് അൽഗോരിതംസ് ആണ് ഓൺലൈൻ അൽഗോരിതംസ്. ഇനിഷ്യലി തന്നെ ആ n ഐറ്റംസും അതിൻ്റെ വെയിറ്റും അവൈലബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഓഫ്ലൈൻ അൽഗോരിതംസ്. ഓൺലൈൻ അൽഗോരിതംസ് 4 അൽഗോരിതംസ് ഉണ്ട്: നെക്സ്റ്റ് ഫിറ്റ്, ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ് ആൻഡ് വേഴ്സ് ഫിറ്റ്. ഓഫ്ലൈൻ അൽഗോരിതംസ് ഫസ്റ്റ് ഫിറ്റ് ഡിക്രീസിങ് ആൻഡ് ബെസ്റ്റ് ഫിറ്റ് ഡിക്രീസിങ്. ഇതിൽ ഓരോ അൽഗോരിതംസും 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് നെക്സ്റ്റ് ഫിറ്റ്. ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ബിൻ കപ്പാസിറ്റി 10 ആണ്. നമുക്ക് 9 ഐറ്റംസ് ഉണ്ട്. ഓരോ ഐറ്റത്തിൻ്റെയും വെയിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഫിറ്റ് വെച്ചിട്ട് ബിൻ പാക്കിംഗ് നടത്തുക. സോ ഇതിൽ മിനിമം നമ്പർ ഓഫ് ബിൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീൽ വാല്യൂ ഓഫ് ടോട്ടൽ വെയിറ്റ് ഡിവൈഡ് ബൈ ബിൻ കപ്പാസിറ്റി. ടോട്ടൽ വെയിറ്റ് ഈ വെയിറ്റ് എല്ലാം ആഡ് ചെയ്യുക. ഡിവൈഡ് ബൈ ബിൻ കപ്പാസിറ്റി 10 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.7. എൻ്റെ സീൽ വാല്യൂ 4 ആണ്. ഈ 9 ഐറ്റത്തെയും അക്കോമഡേറ്റ് ചെയ്യാൻ മിനിമം 4 ബിൻസ് എങ്കിലും വേണം. ഇനി നെക്സ്റ്റ് ഫിറ്റ് വെച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഐറ്റംസ് 1 by 1 ആയിട്ട് വെക്കുക. ഫസ്റ്റ് 5, ഒരു ഫസ്റ്റ് ബിൻ എടുത്തു, അതിലേക്ക് 5 പ്ലേസ് ചെയ്തു. മാക്സിമം 10 ആണ് ബിന്നിൻ്റെ കപ്പാസിറ്റി. ദെൻ നെക്സ്റ്റ് 7 ആണ്. കറണ്ട് ബിന്നിൽ അത് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ബാലൻസ് ഇവിടെ 5 ഉള്ളൂ, 7 പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ നെക്സ്റ്റ് ബിൻ എടുത്തു, അതിൽ 7 പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് 5 ആണ്. കറണ്ട് ബിൻ എന്ന് പറയുന്ന സെക്കൻഡ് ബിന്നാണ്. സെക്കൻഡ് ബിന്നിൽ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? 5 ഇല്ല. എങ്കിൽ നെക്സ്റ്റ് ബിന്നെടുത്ത് അതിലേക്ക് 5 പ്ലേസ് ചെയ്യുക. നെക്സ്റ്റ് ഐറ്റം സൈസ് 2 ആണ്. ഈ തേർഡ് ബിന്നിൽ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. സോ അവിടെ പ്ലേസ് ചെയ്യുക. നെക്സ്റ്റ് ഐറ്റം 4 ആണ്. തേർഡ് ബിന്നിൽ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ നെക്സ്റ്റ് ബിന്നെടുത്ത് അതിൽ 4 പ്ലേസ് ചെയ്യുക. നെക്സ്റ്റ് 2 ആണ്.
ഫോർത്ത് ബിന്നിൽ പ്ലേസ് ചെയ്യാൻ സ്പേസ് ഉണ്ടോ? യെസ്, 2 അവിടെ പ്ലേസ് ചെയ്യുക. ദെൻ 5 ആണ്, ഫോർത്ത് ബിന്നിൽ അവിടെ സ്പേസ് ഇല്ല. സോ നെക്സ്റ്റ് ബിൻ എടുക്കുക, അവിടെ പ്ലേസ് ചെയ്യുക. നൗ 1 ആണ്, ഈ ഫിഫ്ത്ത് ബിന്നിൽ സ്പേസ് ഉണ്ട്, പ്ലേസ് ചെയ്യുക. ദെൻ 6 ആണ്, ഈ ലാസ്റ്റ് ബിന്നിൽ സ്പേസ് ഇല്ല, ന്യൂ ബിൻ എടുക്കുക, അവിടേക്ക് പ്ലേസ് ചെയ്യുക. സോ അറ്റ് പ്രസൻറ്റ് നമുക്ക് 6 ബിൻസ് വേണ്ടി വന്നു ഇത്രയും 9 ഐറ്റംസ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് മിനിമം പറഞ്ഞിരിക്കുന്നത് 4 ബിൻസ് ആണ്. ഏകദേശം അപ്രോക്സിമേറ്റ് ആയിട്ട് 6 ബിൻസിൽ നെക്സ്റ്റ് ഫിറ്റ് യൂസ് ചെയ്തിട്ട് ഐറ്റത്തെ പ്ലേസ് ചെയ്യാൻ സാധിച്ചു. ദിസ് ഈസ് നെക്സ്റ്റ് ഫിറ്റ് അൽഗോരിതം. ഇഫ് ദ കറൻറ്റ് ഐറ്റം ഈസ് ഫിറ്റ് ഇൻ ദ സെയിം bin as the last item, then insert it in the same bin. Otherwise, use the new bin. അതായത് ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത ആ ബിന്നിലേക്ക് ഇപ്പോൾ വരുന്ന ഐറ്റത്തെ പ്ലേസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിലേക്ക് പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ന്യൂ ബിൻ എടുത്ത് അതിലേക്ക് പ്ലേസ് ചെയ്യുക. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി, ബെസ്റ്റ് കേസ്, ആവറേജ് കേസ് ആൻഡ് വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ഓഫ് ദിസ് അൽഗോരിതം ഈസ് തീറ്റ ഓഫ് n. നെക്സ്റ്റ് വൺ ഈസ് ഫസ്റ്റ് ഫിറ്റ്. ഈ സെയിം പ്രോബ്ലം തന്നെ ഫസ്റ്റ് ഫിറ്റ് വെച്ച് ചെയ്യുകയാണ്. ആ ഐറ്റം ഓർഡറിൽ പ്ലേസ് ചെയ്തു. അതിൽ ഫസ്റ്റ് ഐറ്റം 5, അത് ഫസ്റ്റ് ബിന്നിൽ പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ഐറ്റം ഈ 7, ഈ കറൻറ്റ് ബിന്നിൽ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ന്യൂ ബിന്നെടുത്തു, അതിലേക്ക് പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ഐറ്റം 5, ഈ ഫസ്റ്റ് ബിന്നിൽ സ്പേസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടേക്ക് പ്ലേസ് ചെയ്യുക. സോ ഫസ്റ്റ് ബിന്നിൽ അതിനുള്ള സ്പേസ് ഉണ്ട്, അവിടേക്ക് പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് 2, ഫസ്റ്റ് ബിന്നിൽ സ്പേസ് ഉണ്ടോ? ഇല്ല, എങ്കിൽ സെക്കൻഡ് ബിന്നിൽ സ്പേസ് ഉണ്ടോ? ഉണ്ട്, അവിടേക്ക് 2 പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് വൺ ഈസ് 4, ഫസ്റ്റ് സ്പേസ് ഉണ്ടോ? ഇല്ല, സെക്കൻഡ് സ്പേസ് ഉണ്ടോ? ഇല്ല, എങ്കിൽ ന്യൂ ബിന്നെടുത്ത് അവിടേക്ക് പ്ലേസ് ചെയ്യുന്നു. നെക്സ്റ്റ് 2, ഫസ്റ്റിലില്ല, സെക്കൻഡിലില്ല, തേർഡിലേക്ക് പ്ലേസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് 5, ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും സ്പേസ് ഇല്ല, സോ ന്യൂ ബിന്നെടുത്ത് അവിടേക്ക് 5 പ്ലേസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് 1, ഫസ്റ്റിൽ സ്പേസ് ഇല്ല, പക്ഷേ സെക്കൻഡിൽ സ്പേസ് ഉണ്ട്, സോ 1 സെക്കൻഡിലേക്ക് പ്ലേസ് ചെയ്യുന്നു. നെക്സ്റ്റ് 6, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്തിൽ ഒന്നും 6 വെക്കാനുള്ള സ്പേസ് ഇല്ല, സോ ന്യൂ ബിന്നെടുത്ത് അതിലേക്ക് 6 പ്ലേസ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് ഫിറ്റ്. ഇവിടെ നമ്പർ ഓഫ് ബിൻസ് റിക്വയർഡ് ഇസ് ഈക്വൽ ടു 5. ദിസ് ഈസ് ഫസ്റ്റ് ഫിറ്റ് അൽഗോരിതം. സ്കാൻ ദ പ്രീവിയസ് ബിൻസ് ഇൻ ഓർഡർ ആൻഡ് ഫൈൻഡ് ദ ഫസ്റ്റ് ബിൻ ദാറ്റ് ഇറ്റ് ഫിറ്റ്സ്. ഇഫ് സച്ച് ബിൻ എക്സിസ്റ്റ്, പ്ലേസ് ദ ഐറ്റം ഇൻ ദാറ്റ് ബിൻ. Otherwise, use a new bin. The time complexity, the best case complexity is equal to theta of n log n. Average case and worst case complexity is equal to theta of n square. Next algorithm is best fit. Same example തന്നെ യൂസ് ചെയ്യുന്നു. ഐറ്റംസ് ഓർഡറിൽ എഴുതി. ദെൻ ഫസ്റ്റ് ഐറ്റം 5, അത് ഫസ്റ്റ് ബിന്നിൽ പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ഐറ്റം 7, ഫസ്റ്റ് ബിന്നിൽ ഇവിടെ ഇത് ഇൻസേർട്ട് ചെയ്യാനുള്ള സ്പേസ് ഇല്ല, സോ ന്യൂ ബിന്നിൽ 7 ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് വൺ 5, രണ്ട് ബിന്നിലും ഉള്ള ബാലൻസ് സ്പേസിൽ 5 അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയതിൽ മിനിമം സ്പേസ് എവിടെയാണ്? അത് ഫസ്റ്റ് ബിന്നിൽ തന്നെയാണ്, അവിടേക്ക് 5 നമ്മൾ പ്ലേസ് ചെയ്യുന്നു. നെക്സ്റ്റ് 2, ഫസ്റ്റ് ബിന്നിൽ സ്പേസ് ഇല്ല, സെക്കൻഡ് ബിന്നിൽ 2 അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, അവിടേക്ക് 2 ഇൻസേർട്ട് ചെയ്യുന്നു. ദെൻ 4, ഫസ്റ്റ് 2 ബിന്നിൽ സ്പേസ് ഇല്ല, സോ തേർഡ് ബിന്നിലേക്ക് പ്ലേസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് 2, ഫസ്റ്റിലും സെക്കൻഡിലും അത് പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല, സോ തേർഡിലേക്ക് 2 പ്ലേസ് ചെയ്യുന്നു. നൗ 5, ഫസ്റ്റ് സെക്കൻഡ് തേർഡിൽ 3 സ്പേസ് ഇല്ല, സോ ന്യൂ ബിന്നെടുത്ത് അവിടേക്ക് 5 പ്ലേസ് ചെയ്യുന്നു. ദെൻ 1, ഇതിൽ സെക്കൻഡിലും തേർഡിലും ഫോർത്തിലും 1 വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതിൽ ഏറ്റവും ചെറിയ സ്പേസ് 1 അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ചെറിയ സ്പേസ് സെക്കൻഡ് ബിന്നിലാണ്, സോ സെക്കൻഡ് ബിന്നിലേക്ക് 1 ഇൻസേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് 6, ബാലൻസ് ഉള്ളത് തേർഡിലും ഫോർത്തിലുമാണ്, പക്ഷേ 6 ഒന്നിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സോ ന്യൂ ബിന്നിലേക്ക് 6 പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ബെസ്റ്റ് ഫിറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ബിൻസ് റിക്വയർഡ് ഇസ് ഈക്വൽ ടു 5. This is best fit algorithm. Scan the previous bins and find a bin that having minimum remaining capacity that can accommodate this item. If such bin exists, place the item in that bin. Otherwise, use a new bin. The time complexity. Best case time complexity is equal to theta of n log n. Average and worst case time complexity is equal to theta of n square. Next algorithm is worst fit algorithm. The same example ആണ് ഇവിടെ കാണിച്ചിരിക്കുക. ആദ്യം 5 വന്നു, ഫസ്റ്റ് ബിന്നിലേക്ക് 5 സൈസിലുള്ള ഐറ്റം ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് ഐറ്റത്തിൻ്റെ വെയിറ്റ് 7 ആണ്. അപ്പോൾ ഈ ബാലൻസ് സ്പേസിലേക്ക് അത് പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല, ന്യൂ ബിന്നെടുത്തു അതിലേക്ക് പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് 5 ആണ്. ഫസ്റ്റിലും സെക്കൻഡിലും ബാലൻസ് ഉണ്ട്, ഉള്ളതിൽ ഏറ്റവും വലിയ
ബാലൻസ് സ്പേസ് എടുക്കുക, അവിടേക്ക് ഈ 5 പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് പിന്നിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പിന്നിലേക്ക് 5 ഇടുന്നു. നെക്സ്റ്റ് 2 ആണ്. സെക്കൻഡ് പിന്നിൽ സ്പേസ് ഉണ്ട് 2 അക്കോമഡേറ്റ് ചെയ്യാൻ, അവിടേക്ക് 2 ഇടുന്നു. നെക്സ്റ്റ് 4 ആണ്. സെക്കൻഡിലെ ഫ്രീ സ്പേസിലേക്ക് 4 പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. സോ ന്യൂ ബിന്നെടുത്ത് അതിൽ 4 ഇൻസേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഐറ്റം വെയിറ്റ് ഈസ് 2. സെക്കൻഡിലെ ബാലൻസും തേർഡിലെ ബാലൻസും നോക്കുക. ഇതിൽ വലിയ സ്പേസ് തേർഡിലെ സ്പേസ് ആണ്, അവിടേക്ക് 2 ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് 5. സെക്കൻഡിലും തേർഡിലും അത് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല, ന്യൂ ബിന്നെടുക്കുക, അവിടേക്ക് പ്ലേസ് ചെയ്യുക. നെക്സ്റ്റ് 1. സെക്കൻഡിൽ 1 റിമൈനിങ് കപ്പാസിറ്റി ഉണ്ട്, തേർഡിൽ 4 കപ്പാസിറ്റി ഉണ്ട്, ഫോർത്ത് വണ്ണിൽ 5 കപ്പാസിറ്റി ഉണ്ട്. ഉള്ളതിൽ ഏറ്റവും വലുത് ലാസ്റ്റിലെ കപ്പാസിറ്റിയാണ്. സോ അവിടേക്ക് 1 ഇൻസേർട്ട് ചെയ്യുക. നെക്സ്റ്റ് 6. സെക്കൻഡിലോ തേർഡിലോ ഫോർത്തിലോ 6 ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കില്ല, ന്യൂ ബിന്നെടുക്കുക, അവിടേക്ക് 6 ഇൻസേർട്ട് ചെയ്യുക. സോ വേഴ്സ് വിത്ത് യൂസ് ചെയ്ത് നമുക്ക് വരുന്ന നമ്പർ ഓഫ് ബിൻസ് 5 ആണ്. Verse fit algorithm. Scan the previous bins and find a bin that having maximum remaining capacity that can accommodate this item. If such bin exists, place the item in that bin. Otherwise, use a new bin. The time complexity. The best case time complexity is equal to theta of n log n. Average and worst case complexity is equal to theta of n square. First fit decreasing algorithm. Initially sort the items in the decreasing order of their size. Then apply first fit algorithm. The time complexity. The best case time complexity is theta of n log n. Average and worst case time complexity is equal to theta of n square. So, ഈ സെയിം എക്സാമ്പിൾ എടുക്കുക. ഇതിൽ ഈ ഐറ്റത്തിനെ വെയിറ്റിൻ്റെ ഡിക്രീസിങ് ഓർഡർ ഇനിഷ്യലി സോർട്ട് ചെയ്യുക. ദെൻ ആ സോർട്ടഡ് ലിസ്റ്റ് എടുക്കുക. അതിൽ ഫസ്റ്റ് 1 7 ഫസ്റ്റ് ബിന്നിൽ പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് 6, ഇവിടെ സ്പേസ് ഇല്ല, സോ ന്യൂ ബിന്നിൽ 6 പ്ലേസ് ചെയ്തു. ദെൻ 5, ഈ രണ്ടിൽ സ്പേസ് ഇല്ല, തേർഡ് ബിന്നെടുത്ത് അതിലേക്ക് പ്ലേസ് ചെയ്തു. ദെൻ 5, ഫസ്റ്റിലോ സെക്കൻഡിലോ സ്പേസ് ഇല്ല, തേർഡ് സ്പേസ് ഉണ്ട്, അവിടേക്ക് നെക്സ്റ്റ് 5 പ്ലേസ് ചെയ്യുന്നു. എഗെയിൻ 5, ഫസ്റ്റിൽ സെക്കൻഡിൽ തേർഡിൽ സ്പേസ് ഇല്ല, നെക്സ്റ്റ് ബിന്നെടുത്ത് അതിലേക്ക് 5 ഇൻസേർട്ട് ചെയ്യുന്നു. ദെൻ 4, ഫസ്റ്റിൽ സ്പേസ് ഇല്ല, പക്ഷേ സെക്കൻഡിൽ സ്പേസ് ഉണ്ട്, സെക്കൻഡിലേക്ക് 4 ഇൻസേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് 2, ഫസ്റ്റിൽ സ്പേസ് ഉണ്ട്, അവിടേക്ക് 2 ഇൻസേർട്ട് ചെയ്തു. എഗെയിൻ 2, ഫസ്റ്റിൽ സെക്കൻഡ് തേർഡിൽ സ്പേസ് ഇല്ല, ഫോർത്തിലേക്ക് 2 ഇൻസേർട്ട് ചെയ്യുന്നു. നൗ 1, ഫസ്റ്റിൽ അതിനുള്ള സ്പേസ് ഉണ്ട്, അവിടേക്ക് 1 ഇൻസേർട്ട് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് വിത്ത് ഡിക്രീസിങ്. ഇവിടെ നമ്പർ ഓഫ് ബിൻസ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു 4. നമുക്ക് മിനിമം ലോവർ ബൗണ്ടായിട്ട് നമ്പർ ഓഫ് ബിൻസ് 4 എന്നാണ് നമുക്ക് കിട്ടിയത്. ഫസ്റ്റ് വിത്ത് ഡിക്രീസിങ് യൂസ് ചെയ്ത് നമുക്ക് ഓപ്റ്റിമൽ സൊല്യൂഷൻ തന്നെ കിട്ടുന്നുണ്ട്. ബെസ്റ്റ് വിത്ത് ഡിക്രീസിങ് അൽഗോരിതം. ഇനിഷ്യലി സോർട്ട് ദ ഐറ്റംസ് ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദർ സൈസ്. ദെൻ അപ്ലൈ ബെസ്റ്റ് വിത്ത് അൽഗോരിതം. ടൈം കോംപ്ലക്സിറ്റി. ദ ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ഈസ് ഈക്വൽ ടു തീറ്റ ഓഫ് n log n. Average and worst case time complexity is equal to theta of n square. സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. ഐറ്റത്തിന് അതിൻ്റെ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദർ സൈസ് നമ്മൾ സോർട്ട് ചെയ്യുന്നു. ദെൻ ഫസ്റ്റ് ഐറ്റം 7, അത് ഫസ്റ്റ് ബിന്ന് പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ഐറ്റം 6 ആണ്. 6ന് ഫസ്റ്റിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് സെക്കൻഡ് ബിന്നെടുത്ത് അവിടേക്ക് പ്ലേസ് ചെയ്തു. ദെൻ 5 ആണ്, രണ്ടിൽ സ്പേസ് ഇല്ല, ന്യൂ ബിന്നിൽ 5 ഇൻസേർട്ട് ചെയ്തു. എഗെയിൻ 5 ആണ്, ഫസ്റ്റ് രണ്ടിൽ സ്പേസ് ഇല്ല, ഉള്ളതിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് തേർഡിലാണ്, അവിടേക്ക് പ്ലേസ് ചെയ്യുന്നു. നെക്സ്റ്റ് എഗെയിൻ 5 ആണ്, ഓൾറെഡി ഉള്ള 3 ബിൻസിന് സ്പേസ് ഇല്ല, ന്യൂ ബിന്നെടുത്ത് അവിടേക്ക് 5 ഇൻസേർട്ട് ചെയ്തു. ദെൻ 4 ആണ്, ഫസ്റ്റിൽ 3 ഉണ്ട് ബാലൻസ്, സെക്കൻഡിൽ 4 ഉണ്ട്, തേർഡിൽ സ്പേസ് ഇല്ല, ഫോർത്തിൽ 5 ഉണ്ട്. ഉള്ളതിൽ ഈ 4 അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ചെറുത് സെക്കൻഡ് ബിന്നാണ്, അവിടേക്ക് 4 ഇൻസേർട്ട് ചെയ്തു. ദെൻ 2, ഫസ്റ്റിൽ 3 ബാലൻസ് ഉണ്ട്, ലാസ്റ്റിൽ 5 ബാലൻസ് ഉണ്ട്. 2 അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ സ്മോൾ സ്പേസ് ഫസ്റ്റിലെ സ്പേസ് ആണ്, അവിടേക്ക് 2 ഇൻസേർട്ട് ചെയ്യുന്നു. എഗെയിൻ 2 ആണ്, ഫസ്റ്റിൽ 1 ആണ് ബാലൻസ്, ലാസ്റ്റിൽ 5 ആണ്. സോ ഈ 5 ബാലൻസിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് 1 ആണ്, ഫസ്റ്റിൽ 1, ലാസ്റ്റിൽ 3. സോ അതിൽ 1 അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ചെറിയ സ്പേസ് എന്ന് പറയുന്നത് ഫസ്റ്റിലെ സ്പേസ് ആണ്, അവിടേക്ക് 1 ഇൻസേർട്ട് ചെയ്യുന്നു. ഇതാണ് ബെസ്റ്റ് വിത്ത് ഡിക്രീസിങ്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ബിൻസ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു 4 ആണ്. ആ ലോവർ ബൗണ്ടിൽ തന്നെ, അതായത് ഒപ്റ്റിമൽ സൊല്യൂഷൻ തരുന്ന അതേ ആൻസർ തന്നെ ബെസ്റ്റ് വിത്ത് ഡിക്രീസിങ്ങും തന്നിട്ടുണ്ട്. Next approximation algorithm is graph coloring. There are different graph coloring problems: vertex coloring, edge coloring and face coloring. അതിൽ ഇമ്പോർട്ടൻറ്റ് വൺ ആണ് വേർട്ടെക്സ് കളറിംഗ്. ഒരു ഗ്രാഫിലെ വേർട്ടെക്സിന് കളർ കൊടുക്കുക, അഡ്ജസൻറ്റ് വേർട്ടെക്സിന് സെയിം കളർ വരാൻ പാടില്ല. ഈ ഒരു ഗ്രാഫ് എടുക്കുക. ഇവിടെ 2 നോഡാണുള്ളത്. ഫസ്റ്റ് നോഡിന് റെഡ് കൊടുത്തു, സെക്കൻഡ് നോഡിന് ബ്ലൂ കൊടുത്തു, അഡ്ജസൻറ്റ് നോഡിന് ഡിഫറെൻറ്റ് കളർ വന്നു. അതുപോലെ ഈ 3 നോഡ്സുള്ള ഗ്രാഫ് എടുക്കുക. ഒരു നോഡിന് റെഡ് കൊടുത്തു, അതിൻ്റെ നെയ്ബേഴ്സിന് ആർക്കും റെഡ് ഇല്ല.
അപ്പോൾ ഈ ഒരു നോഡിന് ഗ്രീൻ കൊടുത്തു, അതിൻ്റെ നെയ്ബേഴ്സിന് ഗ്രീൻ ഇല്ല. ഈ നോഡിന് ബ്ലൂ കൊടുത്തു, അതിൻ്റെ നെയ്ബേഴ്സിന് ബ്ലൂ ഇല്ല. മിനിമം നമ്പർ ഓഫ് കളേഴ്സ് യൂസ് ചെയ്ത് ഒരു ഗ്രാഫിനെ കളർ ചെയ്യണം. അതാണ് വേർട്ടെക്സ് കളറിംഗ്. എ ഗ്രാഫ് ഈസ് സീറോ കളറബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമ്പർ ഓഫ് വേർട്ടീസസ് ഈസ് ഈക്വൽ ടു എം ടി. വേർട്ടെക്സ് ഒന്നുമില്ലാത്ത ഒരു എം ടി ഗ്രാഫ് ആണെങ്കിൽ അതിന് സീറോ കളറബിൾ ആണ്, ഒരു കളറും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി സപ്പോസ് ഒരു ഗ്രാഫിൽ എഡ്ജസ് ഒന്നുമില്ല എന്ന് അസ്യൂം ചെയ്യുക, കുറേ വേർട്ടെക്സ് മാത്രമേ ഉള്ളൂ, എങ്കിൽ ആ ഗ്രാഫ് വൺ കളറബിൾ ആണ്. ഏതെങ്കിലും ഒരു സിംഗിൾ കളർ, റെഡ് കളർ എടുത്ത് എല്ലാ നോട്ട്സിനും കൊടുക്കുക, എഡ്ജസ് ഒന്നും ഇല്ലെങ്കിൽ മാത്രം, എങ്കിൽ ആ ഗ്രാഫ് വൺ കളറബിൾ ഗ്രാഫായിരിക്കും. ഈ ഫസ്റ്റ് ഗ്രാഫ് 2 കളറബിൾ ആണ്, 2 കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് 3 കളറബിൾ ആണ്, 3 കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫിന് പല രീതിയിൽ കളർ ചെയ്യുക. ഇത് നമ്മൾ 4 കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സെയിം തന്നെ ഈ ഓപ്പോസിറ്റ് കോർണേഴ്സിൽ റെഡ് യൂസ് ചെയ്തു, ഇവിടെ യെല്ലോ, ഇവിടെ ബ്ലൂ, ഇങ്ങനെ യൂസ് ചെയ്തു. 3 കളേഴ്സ് യൂസ് ചെയ്ത് ഈ സെയിം ഗ്രാഫിനെ നമ്മൾ കളർ ചെയ്തു. അപ്പോൾ ഇത് 3 കളറബിളായി. ഇനി നമുക്ക് വേണമെങ്കിൽ ഏറ്റവും മിനിമം രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് കോർണേഴ്സിന് സെയിം കളർ കൊടുക്കുക, ഈ രണ്ടിനും റെഡ് കൊടുക്കുക, ഈ ഓപ്പോസിറ്റ് കോർണേഴ്സിന് ബ്ലൂ കൊടുക്കുക. അപ്പോൾ ഇത് 2 കളറബിൾ ഗ്രാഫായി. മിനിമം നമ്പർ ഓഫ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഗ്രാഫിനെ കളർ ചെയ്യുക എന്നുള്ളതാണ് വെർട്ടെക്സ് കളറിംഗ്. ഈ ഒരു ഗ്രാഫ് 3 കളറബിൾ ഗ്രാഫാണ്, ഈ ഒരെണ്ണം 4 കളറബിൾ ആണ്. ദെൻ ഈ ഒരു സ്റ്റാർ രീതിയിലുള്ള ഈ ഒരു ഗ്രാഫ് 3 കളറബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു നൾ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേർട്ടെക്സേ ഉണ്ടാവുകയുള്ളൂ, എഡ്ജസ് ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഒരു സിംഗിൾ കളർ മാത്രം യൂസ് ചെയ്താൽ മതിയായിരിക്കും. ബാക്കി എല്ലാ ഗ്രാഫിനും നമ്പർ ഓഫ് കളേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ഒരു പ്ലാനാർ ഗ്രാഫിൻ്റെ കേസിൽ നമ്പർ ഓഫ് കളർ റിക്വയർഡ് ഈസ് ഈക്വൽ ടു 4 ആയിരിക്കും. എ ഗ്രാഫ് ഈസ് k കളറബിൾ ഇഫ് ഇറ്റ് ഹാസ് k കളേഴ്സ്. ഇനി കളർ യൂസ് ചെയ്യാതെ എന്തെങ്കിലും നമ്പേഴ്സോ സിമ്പിൾസോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്രാഫിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനും സാധിക്കും. ദെൻ ക്രോമാറ്റിക് നമ്പർ, ഇറ്റ് ഈസ് എ മിനിമം നമ്പർ ഓഫ് കളേഴ്സ് വിത്ത് വിച്ച് എ ഗ്രാഫ് ക്യാൻ ബി കളേർഡ്. ഈ ഒരു പർട്ടിക്കുലർ ഗ്രാഫിന് മിനിമം 2 കളേഴ്സ് എങ്കിലും വേണം. സോ ക്രോമാറ്റിക് നമ്പർ ഓഫ് ദിസ് പർട്ടിക്കുലർ ഗ്രാഫ് ഈസ് ഈക്വൽ ടു 2. എ ഗ്രാഫ് ഹൂസ് ക്രോമാറ്റിക് നമ്പർ ഈസ് k, then it is called k chromatic graph. Then next one is what is edge coloring. ഒരു ഗ്രാഫിൻ്റെ എഡ്ജസിന് കളർ കൊടുക്കുക. ആ എഡ്ജിൻ്റെ നെയ്ബറിങ് എഡ്ജസിന് സെയിം കളർ വരാത്ത രീതിയിൽ വേണം കളർ കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു എഡ്ജിന് റെഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 എഡ്ജിനും റെഡ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇതിൽ 3 കളേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഈ ഒരു പർട്ടിക്കുലർ ഗ്രാഫിൻ്റെ കേസിൽ ഇതിന് റെഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഈ 2 എഡ്ജസിന് റെഡ് കൊടുക്കാൻ പാടില്ല. ബട്ട് നമുക്ക് ഇവിടെ റെഡ് കൊടുക്കാം. സോ അത് അപ്പോൾ മിനിമം നമ്പർ ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ഗ്രാഫിൻ്റെ കേസിൽ 2 ആയിരിക്കും. ഇനി ഈ ഗ്രാഫിൻ്റെ കേസിൽ മിനിമം നമ്പർ ഓഫ് കളേഴ്സ് റിക്വയർഡ് ഈസ് 3 ആയിരിക്കും. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഫേസ് കളറിംഗ്. ഒരു പ്ലാനാർ ഗ്രാഫിന് മാത്രമേ ഫേസ് കളറിംഗ് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. ഓരോരോ റീജിയൻസ് ഉണ്ട്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയാണ് റീജിയൻ എന്ന് പറയുന്നത്. ഇതിൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയാണ്, അതൊരു റീജിയൻ ആണ്. അപ്പോൾ നെയ്ബറിംഗ് റീജിയന് സെയിം കളർ വരാത്ത രീതിയിൽ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുക, അതാണ് ഫേസ് കളറിംഗ്. ഇവിടെ ഇത് റെഡാണ് എങ്കിൽ ഇതിൻ്റെ നെയ്ബറിംഗ് റീജിയനായിട്ടുള്ള 1, 2, 3 റീജിയൻസ് ഉണ്ട്, അവിടെയൊന്നും റെഡ് വരാൻ പാടില്ല. അങ്ങനെ നെയ്ബറിംഗ് റീജിയന് സെയിം കളർ വരാത്ത രീതിയിൽ മിനിമം നമ്പർ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഓരോ റീജിയനും കളർ ചെയ്യുക. മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് മാപ്പ് കളറിങ്ങിന് വേണ്ടിയാണ്. ഗ്രാഫ് കളറിംഗ് അപ്രോക്സിമേഷൻ അൽഗോരിതം. Graph coloring problem is a NP-complete problem, but there are approximation algorithms. Important graph coloring problem is vertex coloring. We are going to discuss one greedy approximation algorithm for vertex coloring. ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. 4 വേർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് എടുക്കുകയാണ്. ഇനിഷ്യലി കളർ ചെയ്തിട്ടില്ല. നമ്മുടെ കയ്യിൽ 4 കളേഴ്സ് ഉണ്ട്. മാക്സിമം 4 കളേഴ്സാണ് 4 വേർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫിന് വേണ്ടി വരിക. ആദ്യം ഫസ്റ്റ് കളർ എടുത്ത് ഫസ്റ്റ് നോഡിൽ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? റെഡ് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നെയ്ബേഴ്സിന് ആർക്കെങ്കിലും റെഡ് ഉണ്ടോ? ഇവിടെ ആർക്കും കളർ ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് നോഡിലേക്ക് റെഡ് നമുക്ക് പ്ലേസ് ചെയ്യാം. ദെൻ സെക്കൻഡ് നോഡ് എടുക്കുന്നു. അവിടെ റെഡ് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ റെഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെയ്ബറായ ഫസ്റ്റ് നോഡിന് റെഡ് ഉണ്ട്. സോ റെഡ് പോസിബിൾ അല്ല. സോ നോഡ് നമ്പർ 2 ഗ്രീൻ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഗ്രീൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളില്ല. സോ അവിടെ ഗ്രീൻ പ്ലേസ് ചെയ്യാം. ദെൻ തേർഡ് നോഡ് എടുക്കുന്നു. തേർഡ് നോഡിലേക്ക് ഫസ്റ്റ് കളർ റെഡ് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? 3യുടെ നെയ്ബേഴ്സ് 4ഉം 2ഉം ആണ്. രണ്ടിനും റെഡ് കളറില്ല. സോ നോട്ട് 3 റെഡ് പ്ലേസ് ചെയ്യാം. ദെൻ നോട്ട് 4 എടുക്കുക. അവിടെ റെഡ് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് കളർ പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ നെയ്ബേഴ്സ് 1നും 3ക്കും റെഡ് ഓൾറെഡി ഉണ്ട്. സോ ഇവിടെ റെഡ് പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. സോ സെക്കൻഡ് കളർ എടുക്കുക, ഗ്രീൻ.
ഗ്രീൻ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നെയ്ബേഴ്സിന് 2 പേർക്കും റെഡാണ്. ഇവിടെ ഗ്രീൻ പ്ലേസ് ചെയ്താൽ ഒരു പ്രശ്നമില്ല, പ്ലേസ് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് ഗ്രാഫ് കളറിംഗ് അപ്രോക്സിമേഷൻ അൽഗോരിതം വർക്ക് ചെയ്യുക. ഇതാണ് അപ്രോക്സിമേഷൻ അൽഗോരിതം ഫോർ ഗ്രാഫ് കളറിംഗ്. ആർഗ്യുമെൻ്റായിട്ട് ഗ്രാഫ് വരുന്നു, അതുപോലെ നമ്പർ ഓഫ് വേർട്ടെക്സ് വരുന്നു. 2 ഫോർ ലൂപ്പ് ഉണ്ട്, രണ്ടും 1 to n ആണ് ഐട്രേറ്റ് ചെയ്യുക. ഔട്ടർ ഫോർ ലൂപ്പ് ഓരോ വേർട്ടെക്സിനും 1 by 1 ആയിട്ട് കളർ ചെയ്യാൻ വേണ്ടിയാണ്. i = 1 മീൻസ് ഫസ്റ്റ് നോഡാണ് കളർ ചെയ്യാൻ പോകുന്നത്. i = 2 മീൻസ് സെക്കൻഡ് നോഡാണ് കളർ ചെയ്യാൻ പോകുന്നത്. ദെൻ ഏത് കളറാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് സെക്കൻഡ് ഫോർ ലൂപ്പ്. c = 1, പ്രീവിയസ് കേസിൽ c = 1 മീൻസ് ഫസ്റ്റ് കളർ, അതായത് റെഡ്. c = 2 മീൻസ് സെക്കൻഡ് കളർ, അതായത് ഗ്രീൻ. അങ്ങനെ ഓരോ കളറും ith നോഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഓരോ കളേഴ്സും 1 by 1 ആയിട്ട് ഇട്ട് കൊടുത്ത് നോക്കുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ith വേർട്ടെക്സിൻ്റെ അഡ്ജസൻറ്റ് വേർട്ടെക്സിന് ആർക്കും കളർ c ഇല്ല എന്നുണ്ടെങ്കിൽ വേർട്ടെക്സ് viക്ക് c എന്ന് പറഞ്ഞ് കളർ കൊടുക്കുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ഇന്നർ ഫോറിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് വരുന്നു. ആ പർട്ടിക്കുലർ ith നോഡിന് നമ്മൾ കളർ ചെയ്തു. ഇനി അടുത്ത i = i നെക്സ്റ്റിലേക്ക് വരുന്നു, അതിന് കളർ ചെയ്യാൻ പോകുന്നു. ടൈം കോംപ്ലക്സിറ്റി ഓഫ് ദിസ് അൽഗോരിതം ഈസ് big O of n³. 2 ഫോർ ലൂപ്പ് വരുമ്പോൾ n² ആകും കോംപ്ലക്സിറ്റി. അതിൻ്റെ ഉള്ളിൽ viയുടെ അഡ്ജസൻറ്റ് വേർട്ടെക്സ് എല്ലാം 1 by 1 ആയിട്ട് എടുത്ത് അതിൻ്റെ കളർ c അല്ല എന്ന് എൻഷുർ ചെയ്യുന്ന ഈ ഒരു പാർട്ട്, ഈഫിൻ്റെ ഉള്ളിലുള്ള ഈ കണ്ടീഷൻ ചെയ്യുന്നതിന് വേണ്ടി n ആണ് കോംപ്ലക്സിറ്റി. അപ്പോൾ ടോട്ടൽ കോംപ്ലക്സിറ്റി n³ ആയിരിക്കും. The applications of graph coloring are prepare timetable, scheduling, register allocation, mobile radio frequency assignment, map coloring, etc.